ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ മുഷ്രിഫ് നാഷണൽ പാർക്കിന്റെ ഉള്ളിലോട്ട് കടന്നിരിക്കുവാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ആ ഫസ്റ്റ് സൈഡാണെന്ന്. അപ്പൊ അവിടെ നോക്കിയപ്പോൾ ആരെയൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങള് ഇതിലെ ഉള്ളിലോട്ട് കയറി വന്നപ്പോഴത്തേക്കാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത് കണ്ടത്. ചൂടായത് കൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല. കൂടുതലും പേരും രാത്രിയാ വരുന്നത്. ഈ വിന്ററിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. പുറത്തിറങ്ങി നടക്കണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം സേഫ് എപ്പോഴും വണ്ടിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കാണാനാ പറഞ്ഞത്. എന്നാലും എന്തെങ്കിലും മൃഗങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കുവാണ് ഇറങ്ങി നിന്നിട്ട്, എല്ലാം ഉണ്ടോന്ന്. പക്ഷെ ഇവിടെ ഇപ്പൊ ആരും ഇല്ല. ഇവിടെ നോക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി നോക്കാം അവിടെ വല്ലവരും ഉണ്ടോന്ന്. ഗ്ലാസ് ഭയങ്കര ചൂടായിട്ടേ, മണി 6 മണിയാകും. എന്നാലും നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. കുറച്ച് ഇരുട്ടിയിട്ട് വരാന്ന് വിചാരിച്ചു. കാരണം ചൂട് കാരണം ഇപ്പൊ എങ്ങും ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ തിരിച്ച് വണ്ടിയിൽ തന്നെ കയറി. കാരണം ഇവിടെ അങ്ങനെ അധികം ആരെയും കണ്ടില്ല. കാരണം ഈ ചൂടായത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങ് വിജനമായിട്ട് കിടക്കുവാണ്. എന്നാലും പതിയെയാണ് പോകുന്നത്. വല്ല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റൂ. മയില്, മുയല്, അങ്ങനെയൊക്കെ കുറെ മൃഗങ്ങളുടെ ഇതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡിൽ കണ്ടായിരുന്നു. അപ്പൊ ദാണ്ടെ ഒരാൾ പോണു, ഒരു ലേഡി പോകുന്നുണ്ട്. കണ്ട, ഇപ്പോഴാണ് ഒരാളെ കണ്ടത്. നോക്കിക്കേ, നല്ല അടിപൊളി ഏക്കറുകളോളം സ്ഥലത്തായി ഈ ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ. കാരണം ഞാൻ ഈ റോഡ് വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് പാർക്കുണ്ടെന്ന് അറിയത്തില്ലേ. കാരണം ഒരുപാട് കിളികളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും, നല്ല അടിപൊളി സ്ഥലമാണല്ലോ. പക്ഷെ എനിക്ക് ഇന്നാണൊന്ന് വരാൻ പറ്റിയത്. പക്ഷെ വന്ന സമയം എന്ന് വെച്ചാൽ നല്ല ചൂടും. അങ്ങനെ അധികം ആളുകൾ ആരും ഇല്ല. പിന്നെ ഇത് 2 പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. അങ്ങനെ വേറെ 2 പേരെ കണ്ട്. കണ്ടോ, നല്ല ചൂടായതുകൊണ്ട് ഇനിയിപ്പോ പക്ഷികളൊക്കെ ചേക്കേറുന്ന ഒരു സമയമാകുമ്പോൾ നല്ല രസമായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ കിളികൾ മാത്രമേ കണ്ടുള്ളൂ, വേറെ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. നോക്കുവാണ്. കുറെ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാർക്കിങ് കണ്ടോ. അവിടെയൊക്കെ കുറെ ആളുകളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അഡ്വഞ്ചർ പാർക്കുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഇത് ഓരോ രാജ്യക്കാരുടെ വീടാണ്. അത് ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാവേ. നോക്കിക്കേ, ഇതൊരു ഇംഗ്ലീഷ് ഹൗസ് ആണ് കണ്ടോ. ഓരോരോ രാജ്യത്തിന്റെ വീടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറെ മാറിയായിട്ട്. ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ അടുത്തത് അപ്പുറത്തെ സൈഡിലായിട്ട് കണ്ടോ. നോക്കിക്കേ, നല്ല അടിപൊളി ഒരു കൊച്ചു വീട്. നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, ഇത് ഇംഗ്ലീഷ് ഹൗസ് ആണേ. ഇതിൽ ഒരുപാട് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ വന്ന സമയത്ത് തന്നെ കുറേ അങ്ങ് പോയി. നോക്കിക്കേ, കണ്ടോ. ഏതാ ഫ്ലൈറ്റ്? എയർ ഇന്ത്യ ആണ്. അല്ല, ഫ്ലൈ ദുബായാ പോയ. ഈ കാണുന്നതാണ് നോർവേ ഹൗസ് കേട്ടോ. നോർവേക്കാരുടെ വീടായത്. നോക്കിക്കേ, ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ സൈക്ലിങ്ങിനും ഇതിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കണ്ടോ. നോക്കി, ഞാൻ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കുക. ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോ ഇവിടെ കാട്ടിനകത്തൊരു അനക്കം. നോക്കിയപ്പോ താണ്ടെ ഒരാള് വിശാലമായിട്ട് ആ പുല്ലിന്റെ പുറത്തിങ്ങനെ പട്ടുമൊത്തേ കിടന്നുറങ്ങുന്ന പോലെ കിടന്നുറങ്ങുന്ന ഒരു ഗടാഗടിയെ. നോക്കിക്കേ, ഡാ, ആ സുഖമാണല്ലോ. എന്നാ തണുപ്പായിരിക്കും അല്ലേ ഈ ചൂടത്ത് ആ പുല്ലിന്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്ന കിടപ്പ്. നോക്കിക്കേ, ഞാൻ ഇവിടെ വന്നപ്പോ ആകെ കണ്ട മൃഗം ഒരു പൂച്ചയാണ് കേട്ടോ. ചൂട് കാരണം ചിലപ്പോ എല്ലാരും പൊത്തിനകത്തൊക്കെ കയറി ഒളിച്ചിരിക്കുമായിരിക്കും. പക്ഷികളെ കാണണമെങ്കിൽ ഒരു ചേക്കേറുന്ന സമയത്ത് കാണാൻ പറ്റും. നോക്കാം, എന്തായാലും കാത്തിരുന്ന് കാണാം. അങ്ങനെ ഞാനിപ്പോൾ ഒരു ചൈനീസ് ഹൗസിന്റെ മുന്നിലെത്തിരിക്കുവാണ് കേട്ടോ. ഇവിടെ ഈ ഫ്ലൈറ്റ് ചുമ്മാ പോകുന്ന ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബ് ഉണ്ട്. ഓക്കെ, നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ. കൊച്ചു വീട്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ പണ്ടത്തെ കാലത്തെ വീടാന്ന് തോന്നുന്നു. കയറി നോക്കിയാലോ. അയ്യോ, പേടിയാണ്. വല്ല മൃഗങ്ങളൊക്കെ കയറിയിരിപ്പുണ്ടോന്ന് അറിയില്ലല്ലോ. ഉണ്ടാവില്ലായിരിക്കും. നിറയെ കിളികളുടെ സൗണ്ടാ. നോക്കിയേ, ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. കാരണം നിറയെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൊള്ളാം. നല്ല രസമുള്ള വീട്. നോക്കി,
അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇവിടെ കണ്ടു. ഇതാ നോക്കിക്കേ, നല്ല രസമുണ്ട്. ഒരു കൂണിന്റെ മോഡല്, ഒരു ചെറിയ വീട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നു. നോക്കിക്കേ, ഇത് ഒരെണ്ണമല്ല, കുറച്ചുണ്ടോ നോക്കാം. കുറെ നടന്നു ഞാനിങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടി. ചൂടും ഉണ്ട് നല്ല. എന്താ ഇവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ യെല്ലോ കളർ, അവിടെ ബ്ലൂ ആണ്, പിന്നെ ഇവിടെ ഓറഞ്ച് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഗ്രീൻ കളർ. നോക്കിക്കേ, 13 ട്രഡീഷണൽ വില്ലേജ് ഉണ്ട്. നോക്കിക്കേ, ഒരു ഈജിപ്ഷ്യൻ കുക്കുവാണെന്ന് തോന്നുന്നു. ആ മണ്ണിനകത്തിട്ടുന്ന് ചകഞ്ഞ് ഇതാക്കുക. മണ്ണി അളിച്ചുവാരി കളിക്കത്തില്ലേ, അതുപോലെ ഇതാ ഇരിപ്പുണ്ട്. ഞാൻ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ പറന്നു പോകും തോന്നുന്നു. നോക്കട്ടെ, നല്ല ശല്യപ്പെടുത്തുവാണോ? കുഞ്ഞാന്ന് തോന്നുന്നു. അയ്യോ, ബേബിയാ. പറന്നുപോയി. ഇത് ബർമ ഹൗസ് ആണ്. നോക്കിക്കേ, ഇതിന്റെ മോഡലും കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് അങ്ങ് മാറിയിട്ടാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം, കാരണം അടുപ്പിച്ച് കാണിക്കാൻ പറ്റില്ല, കാരണം പലതും പല സ്ഥലത്തായിട്ടാണ്. ഇതാണ് അറേബ്യൻ ഹൗസ്, കണ്ടോ? ഈ കാണുന്നതാണ് നൂബിയൻ ഹൗസ്. ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്, കാരണം ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ ആളുകളൊക്കെ വരാറുണ്ട്. കണ്ടോ, വൈകുന്നേരം ആയപ്പോൾ കിളികളുടെയൊക്കെ സൗണ്ട് നല്ലവണ്ണം കൂടി. നോക്കിക്കേ, ഇവിടെ ഒരു മയില് നിൽക്കുന്ന കണ്ടോ? വന്നത് വെറുതെ ആയില്ല. നോക്ക്, അതിനങ്ങനെ പേടിയൊന്നുമില്ല. നോക്കിക്കേ, അത് വളരെ കൂളായിട്ട് നടക്കുക. നോക്ക്, കണ്ട. പിന്നെ അതിനെ കൂടുതൽ ശല്യപ്പെടുത്താനൊന്നും പോകുന്നില്ല. പീലിയൊന്നും കാണുന്നില്ല, കുറെയൊക്കെ പോയെന്ന് തോന്നുന്നു അതിൻ്റെ. കണ്ട, ചുമ്മാതല്ലതാ പീലി. ദേ ഇവിടെ ഒരെണ്ണം പൊഴിഞ്ഞു പോയതാണോ പൊഴിച്ചിട്ടതാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരെണ്ണം കിടക്കുന്നു. ദേ പിന്നെ ഈ മരത്തിന്റെ ചോട്ടില് കണ്ടോ, ദേ ഇവിടെ കുറച്ച് കിടക്കുന്നു. ദേ ഇവിടെ ആരോ കുട്ടികളാണോ എന്നറിയില്ല, ഇങ്ങനെ കമ്പയിൽ ഇങ്ങനെ കുത്തി നിർത്തി വെച്ചേക്കുന്നത് കണ്ടോ. നല്ല അടിപൊളി ഒരു മരം ചാഞ്ഞിങ്ങനെ നിൽക്കുന്നു. നോക്കിക്ക്, വേറെ നല്ല പക്ഷികളുടെയൊക്കെ തൂവലൊക്കെ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. നോക്കിക്കേ, ഇവിടെ വന്നപ്പോ നോക്കിക്കേ, ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടോ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഉള്ളില് പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കുട്ടികളുടെ ട്രെയിനൊക്കെ കിടപ്പുണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണോന്ന് അറിയത്തില്ല ഈ സമ്മർ ആയതുകൊണ്ട്. കാരണം ഇപ്പൊ അങ്ങനെ ഇത് പ്രവർത്തിക്കുന്നൊന്നുമില്ല. കണ്ടോ, അവിടെ പാർക്ക്, അവിടെ കളി സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. മൊത്തം ഒരു പച്ചപ്പാണ് ഇവിടെ. കുറെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു ബെഞ്ചിൽ വന്നിരിക്കുവാണ്, കാരണം ഞാനിത് മുഴുവനും കണ്ടു തീർന്നില്ല, ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. ഈ സമ്മറിൽ വരുന്നതിൽ നല്ലത്, ഇവിടെ വരാൻ നല്ലത് എപ്പോഴും വിന്ററിൽ തന്നെ വരണം. അപ്പം നല്ല അടിപൊളിയായിരിക്കും. കാരണം ചൂട് കൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് നടക്കാൻ പറ്റില്ല. കണ്ടോ, ആകെ ടയേർഡായിപ്പോയി. ഇതിന്റെ ഉള്ളിലോട്ടാണ് ആ 13 വില്ലേജ് കാണിച്ചേക്കുന്നത്. ഞാൻ പിന്നെ വേറെ വഴിക്ക് വന്നുകൊണ്ട് അവിടെ നിന്ന് കുറച്ചെടുത്ത്, ഇനി എടുക്കാനുണ്ട്, നോക്കട്ടെ അത് എടുക്കാൻ പറ്റുമെന്ന്. ഈ കാണുന്നതാണ് ജാപ്പനീസ് ഹൗസ്. നോക്കിക്കേ, ഇതിന്റെ ഫ്രണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം കൊള്ളാം, ചെറിയ കുടില് പോലെ എന്താ. കാണുന്നതാണ് തായ് ഹൗസ്. നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാൻ കണ്ടോ, അടിപൊളി. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ചുറ്റിനും വെള്ളമൊക്കെ ഉണ്ട്. അയ്യോ, അടിപൊളിയാ. അങ്ങനെ കേറി. ഇച്ചിരി അടുത്തോട്ട് വാ. ഇവിടെ ഒരു മയിലിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല നിറയെ പീലിയൊക്കെ ഉള്ള ഒരു മയില. ബാ, വിളിച്ചാ വരുമോന്നറിയില്ല, പേടിയാണ്, കൊത്തുവോ. പോയി നോക്കിയാലോ.
സാഹസികതയാണ്. ചിലപ്പോ ആള് പറന്നു പോവാൻ സാധ്യതയുണ്ട്. ആള് ബാ. വായോ. താണ്ടേ പോയത്, അതിന്റെ വഴിക്ക് പോയത്. അപ്പുറത്തെ ഇതിലോട്ട് ചാടിക്കളഞ്ഞത്. ഈ കാണുന്നതാണ് ഇന്തോനേഷ്യൻ ഹൗസ്. ഒരു വള്ളത്തിന്റെ മോഡലല്ലേ, ഒരു അതേപോലെ ഉണ്ട്. നോക്കിക്കേ. ഈ കാണുന്നതാണ് നെതർലാൻഡ്സ് ഹൗസ്. കണ്ടോ? അപ്പോൾ ഈ കാണുന്നതാണ് വിൻഡ് ടവർ ഹൗസ്. നോക്കിക്കേ. ഇനി അവിടെ ഉണ്ട്, ഒന്ന് രണ്ടും കൂടെ കാണിച്ചാൽ ഇത് കംപ്ലീറ്റ് ആവും. ഈ കാണുന്നതാണ് ബെയ്റ്റൽ ആരിഷ് ഹൗസ്. നോക്കിയാൽ ഈ എന്തോ പറയണ്ട, ഓല കൊണ്ട് മേഞ്ഞ് ഒരു കുടില് പോലെ. കണ്ടോ? ഈ കാണുന്നതാണ് സ്റ്റോൺ ഹൗസ്. കണ്ടോ? മാടത്തെ ആടെ സൗണ്ടാന്ന് തോന്നുന്നു, ഭയങ്കര സൗണ്ട്, കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നു. നോക്കിയാൽ നല്ല രസമുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ചെറിയ ഏരിയ മാത്രം നമ്മൾ കണ്ട്, ബാക്കിയൊക്കെ ഇനി പിന്നാലെ വന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. കാരണം നേരെ ഇരുട്ടി തുടങ്ങി. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.